ഹിന്ദുക്കൾക്കെതിരെയുള്ള കലാപം, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കലാപം അവിടെ തുടരുകയാണ്. ഇതിനകം 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ധാരാളം ഭവനങ്ങൾ തീവച്ചു. ആദ്യം അത് ഭാരതവിരുദ്ധ സ്വഭാവമുള്ളൊരു കലാപമായി മാറി, പിന്നീട് അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ തോതിൽ വ്യാപിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കലാപത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബ്രിട്ടൻ രംഗത്ത് എത്തിയിരിക്കുകയാണ്. ബ്രിട്ടൻ പറയുന്നത് ലോകത്തിൻ്റെ വിവിധ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമത്തിൽ കൃത്യമായ നടപടി വേണം എന്ന നിലയിലേക്ക് ഇപ്പോൾ ബ്രിട്ടൻ എത്തുന്നു. ഐസൺ, വിശദാംശങ്ങൾ പറയൂ. തീർച്ചയായും ഗൗതം, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഘടകം എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ നിലപാട് തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, ബ്രിട്ടൻ ഈ റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ചയെ പൂർണ്ണമായും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നിയമവാഴ്ചയുടെ ഒരു ഉപജ്ഞാതാവ് എന്ന് തന്നെ പറയാവുന്ന ഒരു രാഷ്ട്രം കൂടിയാണത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ചില നിലപാടുകൾ ഇത്തരത്തിലുള്ള മതസ്വാതന്ത്ര്യത്തിനെതിരെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരെയും കൃത്യമായി ഉണ്ടാവുക എന്നത് സാധാരണവുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ബ്രിട്ടൻ്റെ ഈ നിലപാടിനെ പരിശോധിക്കേണ്ടത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ന്യൂനപക്ഷങ്ങളായ അതായത് ഹിന്ദുക്കളും അതുപോലെ ബുദ്ധ വിഭാഗങ്ങൾ, ക്രൈസ്തവ വിഭാഗങ്ങൾ, അങ്ങനെ നിരവധി വിഭാഗങ്ങൾ ബംഗ്ലാദേശിലുണ്ട്. ഇവർക്കെതിരെ അതിശക്തമായ ഒരു ആക്രമണം നമുക്കറിയാവുന്നതാണ് ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള സംഘടനകളുടെ ഭാഗമായി ഉണ്ടാകുന്ന ഈ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സങ്കീർണമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൻ്റെ ഭാഗമായി തന്നെയാണ് 2 പേരുടെ മരണം സംഭവിച്ചത്. ദീപു ചന്ദ്രദാസിൻ്റെയും അമൃത് മണ്ഡലിൻ്റെയും മരണം സംഭവിച്ചത്. ഇത്തരത്തിലുള്ള ഒരു ഹിന്ദു വിരുദ്ധതയുടെ ഭാഗമാണ് ഈ 2 പേരും കൊല്ലപ്പെടുകയും ചെയ്തത്. ഇത് തീർച്ചയായും മതസ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഏതെല്ലാമാണോ മനുഷ്യൻ മാനവിക മൂല്യങ്ങളായി കണക്കാക്കുന്നത് അതിനെല്ലാം തന്നെ എതിരായൊരു നീക്കമാണ് എന്ന നിലപാടാണ് ബ്രിട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷ പീഡനത്തിനുമെതിരെ കൃത്യമായ മതസ്വാതന്ത്ര്യം ഹനിക്കുന്നതിനും ന്യൂനപക്ഷ പീഡനങ്ങൾ നടത്തുന്നതുമായ ബ്രിട്ടൻ്റെ നിലപാടുകളെ അതിശക്തമായി തങ്ങൾ എതിർക്കുന്നുവെന്ന് കൃത്യമായി ബ്രിട്ടൻ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ഇനി യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റു അതുപോലുള്ള ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ നടക്കുന്ന ഹിന്ദു വംശഹത്യയ്ക്ക് സമാനമായ രീതിയിൽ നടക്കുന്ന ആക്രമണങ്ങളെ അപലപിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ടത്. അതിനൊരു തുടക്കം ബ്രിട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. മറ്റു പല രാജ്യങ്ങളും അപലപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ശക്തമായൊരു മുന്നേറ്റം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഭീകരതയ്ക്ക്, ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരെ, അതല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനെതിരെയും മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നതിനെതിരെയും പ്രത്യേകിച്ച് ഹിന്ദു വംശഹത്യക്കെതിരെയും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഈ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം. ഓക്കെ ഐസൺ, എന്തായാലും ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യക്കെതിരെ ഇപ്പോൾ ബ്രിട്ടൻ്റെ പ്രതികരണം വന്നിരിക്കുകയാണ്. അവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ ബംഗ്ലാദേശ് തയ്യാറാകണം എന്നാണ് ബ്രിട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ ഹിന്ദു വിരുദ്ധ, ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കലാപം നടക്കുകയാണ്. ഈ കലാപത്തിലാണ് ഇപ്പോൾ ബ്രിട്ടൻ്റെ ഭാഗത്ത് നിന്നും ഒരു പരാമർശമുണ്ടായത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസനാണ് ചേർന്നത്.